കല്ലുവച്ചേ മമ്മ എന്തേടി നീ വന്നേ വിളക്ക് കൊളുത്തു വന്നു നീ വന്ന് ഒരു സാധനം വന്നിരിക്കുന്നത് നമുക്ക് എന്തുവാ വാ കാണിച്ചു തരാം ഒരു കൊറിയർ വന്നിട്ടുണ്ട് ആ സാധനം എന്ത് ഞങ്ങളൊരു കട്ടില് വായിച്ചതാ ഇവിടെ നിൽക്കാം. ഞങ്ങള് ചെറുക്കനൊരു സാധനം വാങ്ങിച്ച പിള്ളേർക്ക് കളിക്കുന്ന മറ്റേ സ്വിമ്മിംഗ് പൂളില്ലേ സ്വിമ്മിംഗ് പൂള് പോലത്തെ ഒരു സാധനം ഭാഗത്തോട്ട് പിടി. എന്നും രാവിലെ കൃത്യമായിട്ട് നടന്നുകൊണ്ടിരുന്ന അമ്മയ്ക്ക് കിട്ടിയത് വലിയൊരു പണിയാണ്. അങ്ങോട്ട് നോക്കിയാൽ പട്ടി, ഇങ്ങോട്ട് നോക്കിയാൽ പന്നി. ലാസ്റ്റ് നടക്കണോ വേണ്ടയോ എന്നിങ്ങനെ ചിന്തിച്ചിരിക്കുന്ന സമയത്ത് ഈ വിഷമങ്ങളെല്ലാം പങ്കുവെച്ചത് റോഷനോട്, അതായത് അമ്മയുടെ മോനോട്. ലാസ്റ്റിൽ അമ്മയ്ക്ക് അവന് അയച്ചു കൊടുത്തതൊരു പെട്ടി. ആ പെട്ടിക്കകത്ത് എന്താണ് സാധനം എന്നറിയാനാണ് ഞങ്ങൾ ഈ നോക്കുന്നത്. സാധനം എന്താണെന്നൊക്കെ എന്നോട് ചേട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ അമ്മയ്ക്ക് അറിയത്തില്ലായിരുന്നു. അമ്മയോട് പറയണ്ടെന്ന് അവൻ തന്നെയാണ് പറഞ്ഞത്. ഒരു സസ്പെൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിലും മക്കൾ എന്തെങ്കിലും ഒരു സാധനം വയ്ക്കുമ്പോൾ അമ്മയ്ക്ക് ഒരു സ്ഥിരം ഡയലോഗ് ഉണ്ടല്ലോ, വെറുതെ എന്തിനാടാ പൈസ കളയുന്നത്. അതോർത്തിട്ടായിരിക്കാം അവൻ എന്തുമായാലും അമ്മയോടൊന്നും പറഞ്ഞില്ല. ലാസ്റ്റ് സാധനം വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഉള്ള സമയം നോക്കിയിട്ടാണ് ഡെലിവറിക്കാരൻ വിളിച്ചു. നമ്മൾ അങ്ങനെ അനുസരിച്ചാണ് നമ്മളിത് സെറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ആമസോണിൽ നിന്ന് ഡ്യൂറാഫിറ്റിൻ്റെ നല്ലൊരു ട്രെഡ്മില്ലായിരുന്നു നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളല്ലാതെ ഷോപ്പിലൊക്കെ തിരക്കി, പക്ഷേ ഞങ്ങളുടെ അടുത്തൊന്നും ഈ ഒരു സംഭവം കിട്ടാനേ ഇല്ല. പിന്നെ അത്യാവശ്യം നല്ല റിവ്യൂ ഒക്കെ നോക്കിയിട്ട് പ്ലാൻ ചെയ്തിട്ട് വാങ്ങിച്ചതാണ്. അമ്മ ഭയങ്കര കാര്യമായിട്ടൊക്കെ നോക്കുന്നുണ്ട്, പക്ഷേ ഇതുവരെ ഇതിൻ്റെ മണ്ടയ്ക്ക് വൃത്തിയായിട്ട് ഡ്യൂറാഫിറ്റ് ഫിറ്റ്നസ് ബ്രാൻഡ് എന്നെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ട് കാര്യം പിടികിട്ടാതെ അമ്മ തപ്പിക്കൊണ്ടിരിക്കുകയാണ്, ആകാംക്ഷാപരിധിയായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു സാധനമാ, എന്താ സാധനം? ഒന്നുമില്ല. ഇനി ഒന്നും വായിക്കണ്ട. എന്തുവായാലും ഇത്ര നേരം വായിക്കാൻ തോന്നിയില്ലല്ലോ, അപ്പൊ ഇനി വായിക്കണ്ട. അയ്യോ ഇല്ല, എന്താ നടക്കുന്നേ? ചെറുക്കനോട് ഞാൻ പറഞ്ഞതാ, ചുമ്മാതൊന്ന് പറഞ്ഞു പോയി, എനിക്ക് നടക്കാൻ പറ്റുന്നില്ല. അമ്മ ഇനി അവൻ വരുമ്പോഴത്തേക്ക് അമ്മ സ്ലിം ബ്യൂട്ടി ആയിരിക്കണോന്നാ അമ്മ പറഞ്ഞേക്കുന്നത്. കാല് വെച്ച് താഴെ കിടന്ന അമ്മയും പപ്പയും ഓടി നടക്കണ്ട, വീട്ടിൽ നടന്നാൽ മതി. മനസ്സിലായോ? പവർ പ്ലഗ് വേണോ ഇതിന്? അയ്യോ, അപ്പൊ അങ്ങനാണ്. കാശിക്കുള്ള സാധനം കിട്ടി. നമുക്ക് എവിടൊക്കെയാ പിടിക്കണ്ടേ? സാധാരണ ഇതുപോലത്തെ എന്ത് സാധനം വന്നാലും ഫിറ്റിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പാടായിരിക്കും. പക്ഷെ ഇതിന് അത്ര വലിയ കാര്യമായിട്ട് പാടൊന്നും ഇല്ലായിരുന്നു. എല്ലാ സാധനങ്ങളും അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ അതിൻ്റെ മാനുവൽ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നമ്മളിതെല്ലാം സെറ്റ് ചെയ്തെടുത്തു. നമ്മളല്ല, ചേട്ടനെടുത്ത് കഷ്ടപ്പെട്ട് സെറ്റ് ചെയ്തു. ഞാനിത് മാനുവൽ നോക്കുവാണെന്ന് പറഞ്ഞുകൊണ്ട് കുറേ നേരം സമയം കളഞ്ഞ് ഞാനങ്ങ് മുങ്ങി. അപ്പോൾ ഇതിന് കണ്ടോ ബോട്ടിൽ ഹോൾഡറൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളിവിടെ ഇരുന്ന് വീട്ടിൽ ഇരിക്കുമ്പോൾ ജിമ്മിലൊക്കെ ആണെങ്കിൽ ആവശ്യം വരുമായിരിക്കും, വീട്ടിലിരിക്കുമ്പോൾ നമ്മൾ അടുക്കളയിൽ പോയിരുന്ന് കഴിക്കുള്ളൂ. പിന്നെ ഉദ്ഘാടനത്തിൻ്റെ മേളമല്ലായിരുന്നു, ചേട്ടൻ കയറി. അത് കഴിഞ്ഞപ്പോൾ അത് കണ്ടപ്പോൾ കാശിക്ക് ഒരു രസം കയറി. അവൻ നമ്മൾ നടക്കുന്ന പോലെ തന്നെ നടക്കാനുള്ള ശ്രമം അവിടെ തകർത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അമ്മയൊന്ന് കയറ്റി, അമ്മ നൈറ്റ് ഇട്ടിട്ട് ചെയ്തുകൊണ്ട് തന്നെ ഭയങ്കര രസമുണ്ടായിരുന്നു കാണാൻ. ഇത് പറഞ്ഞ കേട്ടതൊന്നും ഞാൻ ചെയ്തത് തന്നെ വലിയ സംഭവമാണ്. ഞാൻ ചെയ്തത് അതിനേക്കാളും കോമഡിയായിരുന്നു. ആദ്യമൊക്കെ തെറ്റിപ്പോയി, അതെടുത്തത് ഞാൻ അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി അതെടുത്ത് ഇതിനകത്തിട്ടിട്ട് നിങ്ങളാരും എന്നെ കളിയാക്കരുതല്ലോ, അതുകൊണ്ട് ഞാൻ അതങ്ങെടുത്ത് മാറ്റിക്കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇച്ചിരി വൃത്തിയായിട്ട് ഇത് ഞാൻ സ്പീഡ് കൂട്ടിയിട്ടതാ, സ്പീഡ് കൂട്ടിയിട്ട്
പിന്നെ അത് കഴിഞ്ഞപ്പോൾ കല്ലു കയറി കാശി കയറി എല്ലാവരും ചേട്ടനെ പിടിച്ചോണ്ടിങ്ങനെ കല്ലൂന് ഇച്ചിരി പേടിയുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ അവൾ എന്നാലും അഡ്ജസ്റ്റ് ചെയ്തെന്ന് ഇതെന്തോ ഇഷ്ടപ്പെട്ടു, രസമുണ്ടായിരുന്നു, പുറകിൽ കയറി ചെയ്തു. പക്ഷേ ഇതിനേക്കാളും എല്ലാ രസം കാശിയുടെ കാര്യമായിരുന്നു. അവൻ ഈ കരയുന്നത് ഇത് കയറിയാലല്ല കേട്ടോ, ഇതിന് മാറ്റുന്നതിനാണ് അവൻ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് നിർത്താൻ ഞങ്ങൾ പെട്ട പാടെന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമല്ല. അയ്യോ ലാസ്റ്റ് മാറി മാറി മോളെയും മോനെയും കൂടെ നടത്തി ചേട്ടൻ ക്ഷീണിച്ചു. മിക്കവാറും അമ്മ മെലിഞ്ഞില്ലെങ്കിലും ഞാനും ചേട്ടനും നല്ല പോലെ മെലിയും, ഒന്നുമില്ല കാശിയല്ലേ മെലിയുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിർത്തുന്നു.